മഹാനായ അലിയും കറമല്ലാഹു വജഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്തിൽ 15 കാര്യങ്ങൾ സംജാതമായാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി എണ്ണപ്പെട്ട 15 അടയാളങ്ങൾ. 1. പൊതുമുതൽ അന്യാധീനപ്പെടുക, അഥവാ പള്ളിയുടെ ഭൂമി പാട്ടത്തിനെടുത്ത് പലരും പിന്നീടത് കൈവശപ്പെടുത്തുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 2. അമാനത്ത് അഥവാ സമരാർജിത സ്വത്തുപോലെ ഉപയോഗപ്പെടുത്തുക. 3. സക്കാത്ത് കടബാധ്യതയായി അവശേഷിക്കുക, ഇത് കൊടുത്താൽ മുതൽ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നൽ. 4. ഭാര്യയെ അനുസരിക്കുക, മാതാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന കാലം വന്നാൽ. 5. സുഹൃത്തിനോട് നന്മയിൽ വർത്തിക്കുക, പിതാവിനെ അകറ്റി നിർത്തുന്ന കാലം. 6. പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ ഉയരുന്ന കാലം. 7. ഒരു സമൂഹത്തിലെ ഏറ്റവും നീചനായ വ്യക്തി അവരിലെ നേതാവായിത്തീരുന്ന കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് സഹാബ. അതുപോലെ ഒരാളുടെ തിന്മയെ ഭയന്ന് അയാൾ ആദരിക്കപ്പെടുക, ഒന്നുകിൽ പണക്കൊഴുപ്പ് കൊണ്ട്, അതല്ലെങ്കിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് നാട്ടിൽ, അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ വ്യക്തികളാണ് അവരെ പേടിച്ചുകൊണ്ട് അവരെ ആദരിക്കപ്പെടുക. 9. മദ്യപാനം വ്യാപകമാകുന്ന കാലം വന്നാൽ, അതുപോലെ തന്നെ പട്ട് ധരിക്കുന്ന കാലം വന്നാൽ. 11. അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് നർത്തകികളും സംഗീതോപകരണങ്ങളും വ്യാപകമാകുന്ന കാലം. നമ്മൾക്ക് കഴിഞ്ഞുപോയി പട്ടുറുമാല്, അതുപോലെ തന്നെ അയൽക്കൂട്ടങ്ങൾ. ഇങ്ങനത്തെ കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ 12. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഈ സമുദായത്തിലെ അവസാന കാലക്കാർ ആദ്യകാലക്കാരെ ശപിച്ചു പറയുന്ന കാലം വന്നാൽ. ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ്? നിങ്ങൾ കൊടുങ്കാറ്റിനെയോ ഭൂമി കുലുക്കത്തെയോ കോലം മറിക്കലിനെയോ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. മറ്റ് 13. പറഞ്ഞത് അവസാന കാലത്തൊരു കാര്യം തീരുമാനിക്കാൻ ആളുകളൊക്കെ ഒരുമിച്ച് കൂടും. പക്ഷേ വിശ്വസ്തരായ ഒരാളെയും ആ കൂട്ടത്തിൽ നിന്ന് ലഭിക്കാത്തത് കാരണം അയൽ നാടുകളിൽ പരതേണ്ട ഒരു കാലഘട്ടം സംജാതമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 14. വ്യഭിചാരം അധികരിക്കുന്ന കാലം വന്നാൽ. വ്യഭിചാരം അധികരിച്ചാൽ ആ സമൂഹത്തിൽ അറ്റാക്ക് വരാൻ സാധ്യതയേറെയാണെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ. പരസ്യമായി വ്യഭിചാരം നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും ആളില്ലാതെ വരുന്ന കാലഘട്ടം. അതല്ലേ മഹാനായ തഴ്വാ ഉസ്താദ് പറഞ്ഞതിൻ്റെ ഗൗരവം. ഷർട്ടൂരി നീക്കും പോലെ ഈമാൻ നീങ്ങുമേ, കൃത്യം കഴിഞ്ഞാൽ മാത്രമേ അത് കൂടുമേ. നരകത്തിലിട്ടവർ ഗുഹ്യമിൽ അടിക്കപ്പെടും, മലക്കുകൾ അതിരറ്റ ഖേദത്താൽ ജനം വിലപിച്ചിടും. അതുമാത്രമല്ല മലക്കുകൾ പറയുന്നതാ, എന്തിന് കരയുന്നിന്ന് അന്ന് സുഖിച്ചതാ. അങ്ങനത്തെ വ്യഭിചാരം അധികരിക്കുന്ന കാലം വന്നാൽ നിങ്ങൾ കൊടുങ്കാറ്റിനെയോ ഭൂമി കുലുക്കത്തെയോ കോലം മറിക്കലിനെയോ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഈ 14 കാര്യങ്ങൾ ഇപ്പോൾ സംജാതമായിരിക്കുന്നോ എന്ന് നാം ചിന്തിക്കുക.